നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യനും പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫും അനാലിസിസും പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ അനാലിസിസ് ഒക്കെ കണ്ടു കാണും പലയിടത്തുനിന്ന്. നിങ്ങൾ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയും കണ്ടു, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. ഇനി അടുത്ത ഘട്ടം എഴുതാനുള്ളവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജിന് മുന്നേ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഒരുപാട് പേര് എന്ത് ചെയ്തു, ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞതല്ല, ടൈം കിട്ടില്ല, അത്ര അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ കണ്ടിരുന്ന ഒരു 48 പേജോളം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, അത് മലയാളവും ഇംഗ്ലീഷും കൂടി ഉള്ളതുകൊണ്ടാണ് അത്രയും വലുതായിട്ട് വന്നതും. അത് മാത്രമല്ല എന്താണ്, ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. കാരണം ഓരോ ക്വസ്റ്റ്യനും വായിച്ച് വന്നിട്ട് അവസാനത്തേക്ക് എളുപ്പമുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം വായിച്ച് വന്നിട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആദ്യം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എന്താണ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമുക്ക് ഒരു 50 മാർക്കാണ്. ഞാൻ സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പറയുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഒത്തിരി പേർക്ക് മാത്സ്, മലയാളം അറിയുന്ന ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാൻ പറ്റിയില്ല, എഴുതാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താ നോക്കുന്നത്, ഇനി അടുത്ത സ്റ്റേജിൽ വരുന്നവര് എങ്ങനെയൊക്കെ എഴുതണം എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഇതില് എന്താണ്, ഒരുപാട് പേർക്ക് വായിച്ച് സമയം പോയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ്, അതും അറിയുന്നത് മാത്രം. ഒത്തിരി വായിച്ച് ഇംഗ്ലീഷൊക്കെ വൊക്കാബുലറി അറിയില്ലെങ്കിൽ അത് അധികം വിധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യാ, മാത്സ് ഒക്കെ നമ്മളിപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ഞാൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയേ പറ്റൂ, അങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മള് പറ്റുമെങ്കിൽ ചെയ്യാം, ഒരുപാട് സമയം അതിന് കളയരുത്. ഇപ്പൊ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പൊ അത്രയും ആർക്കും ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് അറിയുന്നവര് എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതി കാണും. പിന്നെ ഇതില് നമ്മുടെ GK പാർട്ടിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയവർക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് കിട്ടിയവർ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത സ്റ്റേജിൽ വരുന്നവര് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. അതിന്റെ എക്സാമും അതിന്റെ ക്വസ്റ്റ്യനും പാറ്റേണും ഒന്നും നമുക്ക് അറിയില്ല. ഇനിയിപ്പോ അത് മാറുമൊന്നും അറിയില്ല, നമുക്കൊന്നും ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറയുന്ന എക്സ്പെക്ടഡ് കട്ട് ഓഫും ഒരു സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഹിസ്റ്ററി ആണെങ്കിൽ അതിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ കട്ട് ഓഫ് പറയാം. ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കാം കട്ട് ഓഫ്, ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. നമുക്ക് PSC പറ്റി ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇത് പറയുവാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ബാക്കി ഇനി വരുന്ന എക്സാംസിനൊക്കെ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വത ഇന്ത്യ, ASM പോലുള്ള എക്സാം അടുത്ത് വരുന്നുണ്ട്. ബാക്കി ഒരുപാട് എക്സാം വരുന്നുണ്ട്. കമ്പനി ബോർഡ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, പെട്ടെന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മള് എന്താണ്, ഒരു എക്സാം അനാലിസിസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയും വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ ജിയോഗ്രഫിയുടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പേജിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. അപ്പൊ അത്രയും സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് വരുന്നതായിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ടൈം നമുക്ക് വേസ്റ്റ് ആണ്. അപ്പൊ കഴിവതും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയായിരിക്കും, കഴിവതും എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവസാന സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. വെറുതെ വായിച്ചിരുന്നിട്ട് ഇപ്പൊ ഈ ഒരു ആദ്യത്തെ വാക്കുകൾ കാണുമ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് വായിച്ചു തുടങ്ങും. പിന്നെ വരുമ്പോഴായിരിക്കും നമുക്കത് അറിയാം, സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം അറിയാതിരിക്കും. അപ്പൊ ആ ടൈം പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. മലയാളം ആദ്യം തുടങ്ങുക. ചിലപ്പോൾ മലയാളം നമ്മൾ ആദ്യം തുടങ്ങുന്നത് എന്ത് തന്നെയായിരിക്കും, പാടായിരിക്കും. അപ്പൊ നമ്മൾ അത് ചിലപ്പോൾ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ തന്നെ പെട്ടെന്ന് വായിക്കുമ്പോ കിട്ടുന്നത് ഇപ്പൊ ശരിയായ പദം, അല്ലെങ്കിൽ വിപരീത പദം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന വാക്യങ്ങൾ. ചിലപ്പോ ഈ വാക്യങ്ങളൊക്കെ ശരിയായ വാക്യങ്ങളൊക്കെ കുഴപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി വായിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓടിച്ചൊന്ന് അറിയുന്നതെല്ലാം പെട്ടെന്ന്. അപ്പൊ നമുക്ക് അറിയുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്നുകൂടി വായിച്ചെഴുതേണ്ട ക്വസ്റ്റ്യങ്ങൾ അടുത്തതായിട്ട് ചെയ്യാം. നമുക്ക് ടൈം ഇല്ല, അപ്പൊ നമുക്ക് ക്ലോക്ക് ഒന്നും ഇല്ല. ചില ക്ലാസ്സുകളിൽ ക്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ടൈമും അറിയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആദ്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി അതിൽ വെക്കാബുലറി അറിയില്ല എങ്കിൽ അത് കൂടുതൽ ചിന്തിച്ചിരിക്കേണ്ട. അപ്പം ഇപ്പൊ നമുക്കൊരു വാക്കുകൾ തന്നിരിക്കും, ഇതായിരിക്കും വരിക എന്ന് വിചാരിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, എടുത്തു കൊടുക്കും. അങ്ങനെ വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡയറക്ട് സ്പീച്ച്, അങ്ങനെയുള്ള ഡയറക്ട് സ്പീച്ച് അത് വരും, പാസീവ് വോയിസ്, അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതെല്ലാം നന്നായിട്ട് പഠിച്ച് ഗ്രാമർ പോർഷൻ നിങ്ങൾക്ക് ഒരു 5 അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ, വൊക്കാബുലറിയിൽ ഒരു 2-3 മാർക്ക് കിട്ടത്തക്ക രീതിയിലാണ് പഠിച്ചിട്ട് പോവുക. വൊക്കാബുലറി എല്ലാം കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. മലയാളമാണെങ്കിൽ അതുപോലെ ഒത്തിരി ഗ്രാമർ ഉള്ളത് വായിച്ചിട്ട് ഇത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വായിച്ച് അത് കിട്ടാൻ വേണ്ടി വായിക്കരുത്. അത് മിക്കവാറും അത് നെഗറ്റീവ് ആയിട്ട് വരും. അതുപോലെ തന്നെ മാത്സ് ഇപ്പം സിംപ്ലിഫിക്കേഷനും അങ്ങനത്തെ ക്ലോക്ക് കലണ്ടർ അങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുള്ള വർക്ക് ആൻഡ് ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞതിൽ ഇനി അടുത്തതിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് കിട്ടുന്നതൊക്കെ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചിട്ടുണ്ട്, സോ അതുകൊണ്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അത് ഒരുപാട് നേരം, ചിലപ്പോൾ നിങ്ങൾ മാത്സിൽ നന്നായിട്ട് നിങ്ങൾക്ക് മാത്സ് അറിയുന്ന ഒരാളായിരിക്കും, അപ്പൊ അറിയുന്ന ഒരു കാര്യം വിട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒരു ഈഗോ വരും, നിങ്ങളത് ഞാനത് എനിക്ക് അറിയുന്നതാണ് എന്നുള്ളത്. ഇത് എല്ലാത്തിലും വരുന്നതാണ്. ഇപ്പൊ ജിയോഗ്രഫിയിലാണെങ്കിൽ ഇപ്പം ഐച്ഛിക മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ജിയോഗ്രഫി എടുത്ത് പഠിക്കുന്നു, അപ്പം അതിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, കാരണം ഞാൻ ജിയോഗ്രഫി പഠിച്ചാൽ. അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും അവിടെ പാടില്ല. എന്ത് ചെയ്യാം, അറിയുന്നതാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യാം, പഠിച്ചു പോവുക, എഴുതി പോവുക കേട്ടോ. ഒരുപാട് ടൈം കളയാതിരിക്കുക. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ പക്കയാണ്. ആ ടൈം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം മുതൽ പറയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ, 5, 6, ഈ 5, 6 എന്ന് ഞാൻ പറയുന്നത്, ഈ 6 മേടിക്കുന്നത് എന്താണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഏറ്റവും നന്നായിട്ട് അവർക്ക് എല്ലാ പോർഷനും അറിയാം, എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ളവരുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അങ്ങനെ കിട്ടിയവരുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ 5, 6 നിങ്ങളിപ്പോ പറയും എന്താണ്, എക്സാം എഴുതാതെ നമ്മുടെ സ്റ്റുഡിയോക്കകത്തിരുന്ന് പറയുന്നത് പോലെ അല്ല നമ്മുടെ അവിടെ ചെന്നിരുന്ന് എഴുതുന്നതെന്ന് നിങ്ങൾ പറയും. അത് ശരിയാണ്. അവിടെ എഴുതാനിരിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. കാരണം ആ സമയത്ത് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് കിട്ടുന്നു, അപ്പൊ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും ഇത്രയും വലുത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ, നിങ്ങൾ ആദ്യമായി വായിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും, അല്ലെങ്കിൽ നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് തളരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന ഹിസ്റ്ററി 5, 6 എന്ന് പറയുന്നത് 6 മാർക്ക് സ്വാഭാവികമായിട്ടും സാധാരണ ഉദ്യോഗാർത്ഥിക്ക് മേടിക്കാൻ പറ്റില്ല. ഒരുവിധം ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഒരു 4, 5 മാർക്കുകളെ. അപ്പൊ ഞാൻ ഒരു മിഡിൽ ആയിട്ട് പറയുന്നതാണ്, ഈ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർക്കാണ് ഈ 6 മാർക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ നമുക്ക് എന്തുണ്ട്, ജിയോഗ്രഫി ഉണ്ട്. ജിയോഗ്രഫി അത്യാവശ്യം നല്ല പാടാണ്. ഞാൻ ജിയോഗ്രഫിയിലാണ് ഈ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് വായിച്ചു വരുമ്പോ എന്തെങ്കിലും ഒരു അറിയാം എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഇത് കണ്ട, അപ്പൊ അത് എന്താണ്, വളരെ ഇത്തിരി വലിയ പേജ് ആയിട്ടാണുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാനിത് മലയാളത്തിലാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും വിചാരിച്ച് കംപ്ലീറ്റ് ഇരുന്ന് വായിക്കും. ഓക്കെ, അത്യാവശ്യം നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പൊ അതിലിപ്പോ നമുക്ക് 1, 2 1ഉം 2ഉം കിട്ടാത്തവര് ഒരുപാട് പേരുണ്ട്. എന്നാലും നമുക്കൊരു 2 വെച്ചിട്ട് പറയാം. 2 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എക്കണോമിക്സ് ആണ് ഈ 3 ഇത് വെച്ച് നോക്കുമ്പോൾ എക്കണോമിക്സ് സാധാരണ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇത്തവണ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത്തിരി എഴുതാൻ പറ്റുന്ന ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം എക്കണോമിക്സ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ അടുത്ത എക്സാംസിന് പോകുന്ന മുമ്പ് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് പോവുക. പിന്നെ വളരെ കുഴപ്പമില്ലാത്ത ഒരു എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വായിച്ച് മനസ്സിലാക്കാനുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ എന്താണ്, ഇങ്ങനെ ഗരീബി ഹട്ടാവോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി എന്ത് ചെയ്യാം, ഒന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടതാണ്, ഓപ്ഷൻസ് എല്ലാം നല്ല പരിചയമുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഒരു തവണ കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ള ടൈപ്പ് ആയിരുന്നു എക്കണോമിക്സ്. എക്കണോമിക്സിൽ നമുക്കൊരു 3 to 4 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ സിവിക്സും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും പറ്റില്ല. ചിലർക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി ചിലർക്ക് സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് ജിയോഗ്രഫി ആയിരിക്കും സ്ട്രോങ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്, ഞാനൊരു നോർമൽ ഉദ്യോഗാർത്ഥി, എല്ലാം നോർമലായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, ഒരു മിഡിൽ നിൽക്കുന്നവരെ ഉദ്ദേശിച്ചു കൊണ്ടാണ്. ആദ്യമായിട്ട് പഠിച്ച് 2 ആഴ്ച കൊണ്ട് പഠിച്ച് എക്സാമിന് പോയവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതും ഒരുപാട് നല്ലതും അല്ല, ഒരുപാട് പുറകിലും അല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്നവരെ ഒരു പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് 2 to 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു. വായിച്ചാലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. POQകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അൺടച്ചബിലിറ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി നമ്മൾ എന്തായാലും വിചാരിക്കുന്നില്ല, ഡിഗ്രി ചോദിക്കുമെന്ന് വിചാരിക്കുന്നില്ല, പക്ഷെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഭേദഗതികള്
നമ്മുടെ മിനി റിവിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഒരു എന്ത് ചെയ്യാം, 4 മാർക്ക് മിനിമം കിട്ടും. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ട് കേട്ടോ, കൂടുതൽ കിട്ടിയവരുമുണ്ട്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് പറയാനുള്ള ആർട്സ് എന്ന് പറയുന്നത്, ആർട്സിൽ അത്യാവശ്യം പഠിച്ചിട്ട് പോയവർക്ക് അല്ലെങ്കിൽ കൂടി ഒരു 5-6 മാർക്കിനകത്ത് ഉറപ്പായിട്ടും ആർട്സിനകത്ത് നിന്ന് കിട്ടണം കേട്ടോ. ആർട്സിനകത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്താലും കുറച്ച് ആർട്സ് ഒക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ അടുത്ത് പോകുമ്പോ ഈ നോവലും അതിന്റെ കഥാപാത്രങ്ങളൊക്കെ നോക്കിയിട്ട് പോവാ. അപ്പൊ ഇത്തവണ ചോദിച്ചത് എളുപ്പമായിരുന്നു. എല്ലാവർക്കും എളുപ്പമാണെന്നില്ല, അറിയുന്നവർക്ക് മാത്രം, വായിക്കുന്നവർക്കൊക്കെ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ അതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന് മുന്നേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ അതുകൂടി ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നോവലുകളും അതിന്റെ കഥാപാത്രങ്ങളും നോക്കാം. പിന്നെ നമ്മുടെ നാഷണൽ അവാർഡ്സിന്റെ കാര്യം ചോദിച്ചിരുന്നു. പിന്നെ കുറച്ച് കലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ, അതെന്തായാലും എളുപ്പമായിരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 6 മാർക്കോളം അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ വ്യത്യാസം വരും, ഞാൻ പിന്നെയും പറയാണ്, വ്യത്യാസം വരും. IT കുഴപ്പമില്ല, IT-ൽ 2 മാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടേണ്ടതാണ്. പിന്നെ സയൻസ് ഞാൻ സാധാരണ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരോട് പറയുന്നത് നമുക്ക് സയൻസ് പറ്റിയില്ലെങ്കിൽ വിടാം, കാരണം അത് ഒരുപാടുണ്ട്, ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ വിടാം എന്നാണ്. എന്നാലും സയൻസ് ഒരു 2 മാർക്കോളം നമുക്ക് കിട്ടും. എല്ലാവർക്കും കിട്ടണമെന്നും ഇല്ല കേട്ടോ, സയൻസ് ഒരു 2 മാർക്കം. ഞാൻ എല്ലാവരും പഠിക്കാൻ പറയും, സയൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബാക്കി എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ബാക്കി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സയൻസിന്റെ വലിയൊരു ടോപ്പിക് തന്നിട്ട് അവർ അങ്ങനെയാണ് ചോദിച്ചത്, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു 2 മാർക്ക് നമുക്ക് അതിൽ നിന്ന് നേടാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് കേട്ടോ. അപ്പം മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയായിരിക്കും, ചിലർക്ക് മലയാളം നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ചിലർക്ക് മാത്സ് ആയിരിക്കും. അപ്പൊ ചിലർക്ക് അതായിരിക്കും അവർ മെയിൻ വിഷയമായി എടുത്ത് പഠിച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് കംപ്ലീറ്റ് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അടുത്ത എക്സാമിന് പോകുന്നവര് അത് തന്നെ പഠിച്ചിട്ട് പോകും. ചിലപ്പോൾ നിങ്ങൾ അത് തന്നെ പഠിച്ചിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ മാത്സ് പാടായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് പാടായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ. എങ്കിൽ കൂടി എന്ത് ചെയ്യുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചെയ്തിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത് പോയില്ല, അതിൽ അറിയുന്നുള്ള ക്വസ്റ്റ്യൻ പോയില്ല എന്നുള്ളൊരു സന്തോഷമെങ്കിലും നമുക്ക് ഉണ്ടാവും. സോ അപ്പൊ എന്ത് ചെയ്യാം, മാത്സ് ആണെങ്കിൽ നമുക്കൊരു ആക്ച്വലി നമുക്ക് മാത്സ് നല്ല എളുപ്പമായിരുന്നു. അപ്പൊ ഞാനത് ഇപ്പം എന്റെ വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പറഞ്ഞത്. എല്ലാവർക്കും എന്നെ പോലെ ആയിരിക്കില്ല, മാത്സ് പാടുള്ളവരുണ്ടാവും. ഒരു 12 to 15 അതിൽ നിന്ന് മേടിക്കാൻ പറ്റും. ചിലർക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ഇച്ചിരി സമയം അവിടെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയം എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം മാത്സിനെടുത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ കിട്ടുന്നത് കൊണ്ട് ഒരു ഇച്ചിരി സമയം മാത്സിന് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അറിയില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ വർക്ക് ആൻഡ് ടൈം അങ്ങനത്തെ ടൈപ്പ് അറിയില്ല എങ്കിൽ അതിനു വേണ്ടി വെച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറിയാം, അത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്നാണ് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ എത്രയോ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ച് കളഞ്ഞിട്ട് അത് എഴുതാൻ പറ്റാതെ വരുന്നുണ്ട്. അതിനേക്കാളും നല്ലത് നമുക്ക് ഓപ്ഷൻ കറക്റ്റ് കിട്ടും എന്നുള്ള മാത്സ് ചെയ്യുന്നതാണ് എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. നമുക്ക് അതിൽ നിന്ന് ഒരു 12 to 15 മാർക്ക് കിട്ടും. അതിപ്പോ ഡിപ്പെൻസ് ആണ്, ചിലർക്ക് എന്ത് ചെയ്യാം മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിൽ കൂടിയും ഒരു 12 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻ കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി, കിട്ടുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ നമ്പർ സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അടുത്ത നമ്പർ എന്തായിരിക്കും, അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ, കൂട്ടത്തിൽ പെടാത്തത്, അതൊക്കെ ഇച്ചിരി കണ്ടുപിടിക്കാം. പക്ഷെ ഇതിൽ ഇത്തവണ ചോദിച്ചതിൽ കൂട്ടത്തിൽ പെടാത്തതൊക്കെ ഇച്ചിരി എളുപ്പമുള്ളതായിരുന്നു, നമ്പർ സീരീസും എളുപ്പമുള്ളായിരുന്നു. അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാം, കുറച്ച് ഇരുന്നാലും എന്ത് ചെയ്യും, അത് ഓപ്ഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി അറിയില്ലെങ്കിലും നമ്മള് ഇങ്ങനെ വായിച്ചത് ഇതായിരിക്കും വരുന്നത് എന്ന് വിചാരിച്ച് എടുത്തു ചേർക്കാൻ ശ്രമിക്കുക. കൃത്യമായി അറിയാമെങ്കിൽ മാത്രം വൊക്കാബുലറി അറ്റൻഡ് ചെയ്യുക. എന്താണ് നമ്മുടെ ഗ്രാമർ പോർഷൻ ഉണ്ടല്ലോ, അത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, നമ്മുടെ പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് തന്നെ പോവുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെ എളുപ്പമുള്ളതുമായിരുന്നു. അതിൽ നിന്നൊരു 4-5 മാർക്കെങ്കിലും കിട്ടേണ്ടതാണ് കേട്ടോ. 4-5 ഒരുവിധം. ഞാൻ ഏറ്റവും താഴെ നിൽക്കുന്നവരൊക്കെ പറയുന്നു, നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ടുള്ളവർക്ക് വൊക്കാബുലറിയിൽ ഒരു 4, ഗ്രാമറിൽ ഒരു 4, അങ്ങനെ കിട്ടണം. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. വൊക്കാബുലറി ചിലപ്പോൾ എന്ത് ചെയ്യാം, 4 കിട്ടാൻ ചാൻസ് കുറവുള്ളവരുമുണ്ട്. വൊക്കാബുലറി അറിയാമെങ്കിൽ മാത്രം എഴുതുക. പിന്നെ വരുന്ന മലയാളമാണ്. മലയാളം നമുക്ക് ഒരു 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിൽ കൂടുതൽ കിട്ടാമെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത് പോകുന്നവര് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. എക്സാം ഹാളിൽ ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ്, ഒരു 40-47 ഒക്കെയാണ് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. 40-47, 60-65 പിടിച്ചവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് പാടായിരുന്നു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും പാടായിരുന്നു എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും വേണ്ട.
നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവർക്ക് പക്ഷെ അവരെ മാത്രമല്ല എടുക്കുക, ഒരുവിധം ഒത്തിരി പേരെ പ്രിലിമിനറി ആയതുകൊണ്ട് ഒത്തിരി പേരെ എടുക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് അധികം വരാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഈ കട്ട് ഓഫ് പറഞ്ഞിട്ട് കട്ട് ഓഫ് വേറെയാണ് വരുന്നെങ്കിൽ നിങ്ങൾ പറയും ഇതല്ലേ അന്ന് പറഞ്ഞതെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് നോർമൽ ഒരാൾക്ക് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ നമ്പർ വെച്ചിട്ടാണ് ഞാനൊരു 40-47 പറയുന്നത്. ഈ 60-65 മേടിച്ചവരുണ്ട്, അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്നവരുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. എന്ത് ചെയ്യാ, ഇനി പോകുന്നവർ എന്ത് ചെയ്യാം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് നോക്കിയിട്ട് അങ്ങ് പോവുക. അത് തന്നെ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ലാസ്റ്റ് വായിക്കാൻ വേണ്ടി വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത എക്സാംസിന് പോകുന്നവർ നന്നായിട്ട് പഠിക്കാം. എക്സാം കഴിഞ്ഞവർ എന്ത് ചെയ്യുക, ASMന് വേണ്ടിയിട്ട്, ASM അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ASMന് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പൊ ASMന്റെ ക്ലാസ്സുകൾ ഞാൻ അടുത്ത ദിവസം മുതൽ ASMന്റെ ക്ലാസ്സുകളായിരിക്കും തരുന്നത്. പിന്നെ നമുക്ക് റെയിൽവേ DPC ഒക്കെ എഴുതുന്നുള്ളവര് അത് നോക്കുക. ബാക്കി എന്ത് ചെയ്യുക, ബാക്കിയുള്ള എക്സാം ഞാൻ പറഞ്ഞ പോലെ കമ്പനി ബോർഡൊക്കെ വിളിക്കും, BFA ഉൾപ്പെടെ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ അവിടെയൊക്കെ ആ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. പക്ഷെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. അത് ഡിഗ്രി പ്രിലിമിനറി ആയതുകൊണ്ട് തന്നെ എന്താണ്, പ്രിലിമിനറി ആണോ എങ്ങനെയാണോ നമുക്കറിയില്ല. ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടി തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് കമ്പനി ബോർഡ് വളരെ നല്ല ജോലിയാണെന്ന് പറയാം. ഇതിനേക്കാളും വേക്കൻസിയും വരുന്നതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. അതിന് മുന്നേ ASM വരുന്നുണ്ട്, അത് പഠിക്കുക. പിന്നെ ബാക്കിയുള്ള എക്സാംസുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. മെയിൻ ആയിട്ടുള്ള എക്സാമാണ് ഞാൻ പറഞ്ഞത്, അതിന് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.